നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാരയെക്കുറിച്ചാണ്. അപ്പോസൈനേസിയ ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രിസ്റ്റാകരാൻഡസ് എന്നാകുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിനെ ധാരാളം മുള്ളുകളുള്ള ചെടി എന്ന അർത്ഥത്തിൽ ദൃഢകണ്ടക, കണ്ടകി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കരമർദ്ദക, വിഷഗ്ന, കൃഷ്ണപാകഃ, കൃഷ്ണപാനഫലഃ, ദൃഢകണ്ടക എന്നിവ ഇതിൻ്റെ പര്യായങ്ങളാകുന്നു. ഇന്ത്യയിലുടനീളം വന്യമായി കാണപ്പെടുന്ന ഇത് ധാരാളം മുള്ളുകളുള്ള ചെറുവൃക്ഷമായോ വലിയ കുറ്റിച്ചെടികളായോ വളരുന്നു. ഇതിൻ്റെ മുള്ളുകൾ മിനുസമാർന്നതും ഏകദേശം 2.5 സെൻറ്റിമീറ്റർ മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയുമാകുന്നു. ഇതിൻ്റെ ഇലകൾ ലഘുസമുഖമായി വിന്യസിച്ചിരിക്കുന്നു. ഏകദേശം 7.5 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഇതിൻ്റെ ഇലകൾ തുകൽ പോലെ ഇരിക്കുന്നു. സഹപത്രങ്ങൾ നേർത്തതും രോമിലവും ആകുന്നു. കാര, ആനക്കാര എന്നീ 2 വിധത്തിൽ ഈ ചെടി കാണപ്പെടുന്നു. ഇതിൻ്റെ ഫലം ബെറിയാണ്. ഇത് പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഫലം പഴുക്കുമ്പോൾ മഞ്ഞ നിറത്തിലാകുന്നു. ആനക്കാരയുടെ ഫലം പഴുക്കുമ്പോൾ പർപ്പിൾ കലർന്ന കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിൽ ഓരോ ഫലത്തിലും 4 മുതൽ 5 വരെ വിത്തുകൾ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പച്ചക്കായ അച്ചാറിടാൻ ഉപയോഗിക്കുന്നു. പഴുത്ത കായ വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ആഹാരമാണ്. ഇതിൻ്റെ വേര്, തൊലി, ഇല, ഫലം എന്നിവ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. പൈത്തികമായ വികാരങ്ങളിലും ശിരോരോഗം, കൃമി, ജ്വരം എന്നീ രോഗങ്ങളെ ശമിക്കുന്നതിനും ഈ ചെടി ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കാര വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല, എങ്കിലും ഒറ്റമൂലിയായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേള് കടിച്ച് കഴിഞ്ഞാൽ കാരയുടെ ഈ പച്ച കായ എടുത്തിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട് കഷായം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ പനി നശിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഈ ഇല അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൃമിക്ക് വളരെ നല്ലതാണ്. കാരയുടെ ഫലം, പച്ച ഫലം അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ നാഡിഞരമ്പുകളെ തളർത്തും. പക്ഷെ അതുപോലെ പഴുത്ത ഫലമാണെങ്കിൽ അത് ശരീരത്തിൽ ചൂടിനെ കുറയ്ക്കുന്നതാണ്, പിത്തശമനം എന്ന് പറയുക. അതുപോലെ വേനൽക്കാലത്തൊക്കെ അതിൻ്റെ ജ്യൂസ് അടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കഷായം പോലെ പാനീയമാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഈ ചുട്ടുനീറ്റിലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബേണിംഗ് സെൻസേഷൻ അതൊക്കെ വളരെയധികം കുറയും.